ആണുങ്ങളെ വാങ്ങിച്ചു തന്നതാ. ഇത് നിങ്ങളുടെ കൈവശമാണ് വാങ്ങിച്ചു തന്നതെങ്കിലേ സന്തോഷത്തോടെ കൊണ്ട് തന്നേനെ. നിങ്ങൾ വാങ്ങിച്ചാന്നും പറഞ്ഞു. പറഞ്ഞ കേട്ടില്ലേ? അത് ഒഴിവാക്കാനായിട്ടാ ഇത്തവണ അങ്ങേരെ നിനക്ക് നേരിട്ട് നെക്ലസ് വാങ്ങി തന്നേന്ന്. അതുകൊണ്ടാ ഞാൻ സന്തോഷത്തോടെ ഇത് സ്വീകരിച്ചത്. അതും എങ്ങനെ നോക്കിയാലും ഒരു 6-7 ലക്ഷം രൂപയെങ്കിലും വരത്തില്ലേ ഉണ്ണേട്ടാ? പിന്നെ എനിക്ക് മാത്രല്ലല്ലോ, എന്റെ അച്ഛനും മുത്തശ്ശിക്കും ഒക്കെ ഡ്രസ്സ് വാങ്ങിയില്ലേ? നാളെ തന്നെ അത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അവിടെയും ഇന്നലെ വരെ കണ്ണേട്ടിന് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്റെ അമ്മയെ ഒഴിവാക്കി. അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ കണ്ടിട്ട് കൂടുതൽ സന്തോഷിക്കണ്ടെന്നാ എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഞാനൊന്ന് ചോദിക്കട്ടെ, സ്വന്തം കാശ് കൊടുത്ത് ഇതുപോലൊരു നെക്ലസ് എനിക്ക് വാങ്ങിത്തരാൻ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും കഴിയൂ? അതുപോട്ടെ, 1 പവന്റെ കമ്മലെങ്കിലും വാങ്ങിത്തരാൻ നിങ്ങൾക്ക് പറ്റുമോ? ചിലപ്പോ പറ്റുമായിരിക്കും. സ്വർണത്തിന്റെ വില ഇടിഞ്ഞു താഴ്ന്ന് 10,000-10,000 എത്തുമ്പോ. അതിനി അടുത്ത ജന്മത്തിലെ പ്രതീക്ഷിച്ചാ മതി. ഇതുപോലെ സ്വർണം അയാൾ നിന്റെ ചേച്ചിക്ക് വാങ്ങിക്കൊടുത്ത് കാണുമെന്നാ എന്റെ സംശയം. അവൾക്ക് കണ്ണേട്ടന് ഒന്നും വാങ്ങിച്ചു കൊടുത്ത് കാണില്ല. പക്ഷെ അവള് ചിലപ്പോ വാങ്ങിച്ചു കാണും. അവളുടെ കയ്യിലെ കാശുണ്ട്. അവളിപ്പോ ലക്ഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാ. കണ്ണേട്ടന്റെ വിയർപ്പിന്റെ പകുതി അവളിപ്പോ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. എങ്കിലും വിഷുവിന്റെ അന്ന് അവൾ അമ്പലത്തിൽ വരാതിരിക്കില്ല. അന്നതേ കണ്ണേട്ടൻ അന്ന് ഈ സെറ്റ് സാരിയെ കൊടുത്ത് ഈ നെക്ലസും ഒക്കെ ഇട്ട് അവളുടെ മുന്നിലേക്ക് എനിക്കൊന്ന് ചെല്ലണം. എന്നിട്ട് എല്ലാം കണ്ണേട്ടൻ വാങ്ങി തന്നാന്ന് അവളുടെ മുഖത്ത് നോക്കി എനിക്ക് പറയണം. വിഷുവിന് മുമ്പേ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. വിഷുവോടെ എന്റെ അന്വേഷണം പൂർത്തിയാവും. ഇയാളുടെ ഒരു അന്വേഷണോ? സത്യം പറയാലോ, ഏത് നേരവും പിച്ചും പെയ്യും പറയുന്ന നിങ്ങളെ ഞാൻ തള്ളിക്കളഞ്ഞു പോകേണ്ട സമയം കഴിഞ്ഞു. പിന്നെ പിടിച്ചു നിൽക്കുന്നത് മറ്റു ചില കാരണങ്ങളും കൊണ്ടാ. അതെന്താ കാരണം? അല്ല, അതൊന്നും പറയാനുള്ള സമയമായിട്ടില്ല. ഞാൻ നാളെ എന്റെ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞല്ലോ. ആ നേരത്ത് എനിക്കൊപ്പം നിങ്ങൾ വരുമോ? എന്തിനാ? ആ വട്ടനെ കാണാനോ? വട്ടനോ? ആരെയാ നിങ്ങൾ അങ്ങനെ വിളിച്ചത്? അല്ല, ഇപ്പോ നിന്റെ അച്ഛൻ എന്റെ അച്ഛനെ കണ്ടെന്നും പറഞ്ഞ് നെട്ടോട്ട് ഓടുന്ന സമയമാണല്ലോ. ഒരുമാതിരി വട്ട് പിടിച്ച പോലെ. അതുകൊണ്ട് എന്റെ അച്ഛൻ വട്ടനായി അല്ലേ? അതല്ല കരണേ, അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് നിന്റെ അമ്മയെ കാണേണ്ടി വരും. നീ ഇപ്പൊ പറഞ്ഞല്ലോ കണ്ണേട്ട അവർക്ക് മാത്രം ഡ്രസ്സൊന്നും എടുത്തില്ലാന്ന്. അതുപോലെ തന്നെ എനിക്കും അവരോട് വെറുപ്പാ. അവരുടെ മൂത്തമുള കാണുന്ന പോലെയാ ഞാൻ അവരെയും കാണുന്നത്. പിന്നെ ആ മുഖം കാണാൻ ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നത്? എന്നാ വേണ്ട. പക്ഷെ കണ്ണേട്ടം വാങ്ങി തന്ന ഈ നെക്ലസ് ഇട്ടോണ്ട് എന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെ ഒക്കെ മുന്നിൽ ചെല്ലുമ്പോ അവർക്കൊക്കെ അത് വലിയ സന്തോഷായിരിക്കും. ഇനിയിപ്പോ അടുത്ത ഓണത്തിന് മിക്കവാറും ഒരു 10-15 ലക്ഷത്തിന്റെ നെക്ലസ് ആയിരിക്കും കണ്ണേട്ടൻ എനിക്ക് തരാൻ പോകുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാ കണ്ണേട്ടനോട് ചോദിക്കണം. സ്വന്തം ഭർത്താവ് കഴിവുകെട്ടവനായി പോയാൽ അന്യനൊന്നും അല്ലല്ലോ, ഭർത്താവിന്റെ ഏട്ടനല്ലേ. പിന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ കൈ നീട്ടുന്നത് കൊണ്ട് എന്താ കുഴപ്പം? വിഷു വരെ അതൊക്കെ തുടരാം. അത് കഴിഞ്ഞാലും ഒന്നും സംഭവിക്കത്തില്ലടോ. 24 മണിക്കൂറും വിഷു വരെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വിഷുവിനൊരു വിഷുക്കോടി പോലും വാങ്ങിത്തരാതെ. ദേ, എല്ലാ വർഷവും അതിമനോഹരായിട്ടാ മഹാലക്ഷ്മി വിഷുക്കണി ഒരുക്കിക്കൊണ്ടിരുന്നത്. ഇത്തവണ അതിനേക്കാൾ നന്നായിട്ട് അമ്മയ്ക്കൊപ്പം നിന്ന് എനിക്ക് വിഷുക്കണി ഒരുക്കണം. അതിന് നല്ലൊരു ശ്രീകൃഷ്ണ വിഗ്രഹം എനിക്ക് വാങ്ങിത്തരണം. കണ്ടാൽ നല്ല മെഴുകുപോലെ ഇരിക്കണം, അതുപോലെ തിളങ്ങണം. ഇനി കണ്ണേട്ടനെ സന്തോഷിപ്പിക്കല എന്റെ ജോലി. ഈ സ്വർണത്തിനും ഡ്രസ്സിനും ഒക്കെ കുടുംബത്തിൽ എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പഠിച്ചോണ്ടിരിക്കാം. സത്യത്തിലേ നീയൊക്കെ സ്നേഹിക്കുന്നത് മനുഷ്യനാണോ അതോ ഇത്തരത്തിലുള്ള ആഡംബരങ്ങളാണോ? എന്താ സംശയം? അതിലൊക്കെ മുങ്ങിത്താണാണ് ഞാൻ വളർന്നത്. അങ്ങനെയുള്ള ഒരുവൾക്ക് ഇടയ്ക്കെങ്കിലും അവൾ ആഗ്രഹിക്കുന്ന സമ്മാനങ്ങൾ കിട്ടണം. ഡിറ്റക്റ്റീവ് ഉണ്ണി കമലേശ്വരത്തിന് അത് മനസ്സിലായല്ലോ. ഞാനേ ഇത് നമ്മെ കാണിച്ചിട്ട് വരാം.